ഹായ്. അതെ, നമ്മൾ ഈ വർഷം ഈ പറമ്പിൽ ആദ്യം നട്ട പ്ലാന്റ് ആയിരുന്നു റൂബാബ്. അപ്പോൾ അത് അത്യാവശ്യം നല്ലപോലെ വലുതായി നിൽപ്പുണ്ട്. ഞാൻ അന്ന് പറഞ്ഞ പോലെ റൂബാബിൻ്റെ തണ്ടാണ് നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് കേട്ടോ. ഞാനിത് പറിച്ചെടുക്കാവേ. റൂബാബിൻ്റെ നമ്മളെ ഇല യൂസ് ചെയ്യത്തില്ലേ, ഇതാണ് ഞാൻ പറഞ്ഞ റൂബാബ്. ഇതാണ് നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഈ തണ്ടിന് നല്ല പുളിയാണ്. ഇവിടെ റൂബാബ് ക്രംബിൾ എന്ന് പറഞ്ഞൊരു ഡിഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഈ തണ്ട് വെച്ച് ചെയ്യാൻ പോകുന്ന ഇവിടുത്തെ നമ്മുടെ നാടൻ രീതിയിലുള്ള കുക്കിംഗ് ആയിരിക്കും. നമുക്കിതേ പുളിക്ക് പകരമായിട്ട്, അതായത് തേങ്ങ അരച്ചിട്ട് കറി വെക്കാം, മീൻ കറി വെക്കാം, ചമ്മന്തി അരയ്ക്കാം. അപ്പോൾ ഒരു മാങ്ങയ്ക്കൊക്കെ ഒരു റീപ്ലേസ്മെൻറ്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ചെറിയ വീഡിയോ എന്ന് പറഞ്ഞാൽ. ഇത് നേരെ അടുക്കളയിലോട്ടാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. ഹായ്. അതെ, നമ്മൾ ഈ വർഷം ഈ പറമ്പിൽ ആദ്യം നട്ട പ്ലാന്റ് ആയിരുന്നു റൂബാബ്. അപ്പോൾ അത് അത്യാവശ്യം നല്ലപോലെ വലുതായി നിൽപ്പുണ്ട്. ഞാൻ അന്ന് പറഞ്ഞ പോലെ റൂബാബിൻ്റെ തണ്ടാണ് നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് കേട്ടോ. ഞാനിത് പറിച്ചെടുക്കാവേ. റൂബാബിൻ്റെ നമ്മളെ ഇല യൂസ് ചെയ്യത്തില്ലേ, ഇതാണ് ഞാൻ പറഞ്ഞ റൂബാബ്. ഇതാണ് നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഈ തണ്ടിന് നല്ല പുളിയാണ്. ഇവിടെ റൂബാബ് ക്രംബിൾ എന്ന് പറഞ്ഞൊരു ഡിഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഈ തണ്ട് വെച്ച് ചെയ്യാൻ പോകുന്ന ഇവിടുത്തെ നമ്മുടെ നാടൻ രീതിയിലുള്ള കുക്കിംഗ് ആയിരിക്കും. നമുക്കിതേ പുളിക്ക് പകരമായിട്ട്, അതായത് തേങ്ങ അരച്ചിട്ട് കറി വെക്കാം, മീൻ കറി വെക്കാം, ചമ്മന്തി അരയ്ക്കാം. അപ്പോൾ ഒരു മാങ്ങയ്ക്കൊക്കെ ഒരു റീപ്ലേസ്മെൻറ്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ചെറിയ വീഡിയോ എന്ന് പറഞ്ഞാൽ. ഇത് നേരെ അടുക്കളയിലോട്ടാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.